ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഗ്രീൻ എർത്ത് എന്നതിൻ്റെ 3ാം ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെർബ്സ് എന്താണെന്നും ഷ്രബ്സ് എന്താണെന്നും ട്രീസ് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. അതിൻ്റെ ഷോർട്ട് നോട്ട്സും എക്സാമ്പിൾസും ഒരു വീഡിയോ ആയി ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് അതിൻ്റെ ഇമേജ് വെച്ചിട്ട് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്ത കുട്ടികൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗവും 2ാം ഭാഗവും കണ്ടതിന് ശേഷം ഇത് കാണുക. ഹെർബ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാലോ അല്ലേ? എന്തൊക്കെയായിരുന്നു ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്പിനാച്ച്, മിൻറ്റ്, കൊറിയാണ്ടർ, ആലോവേര, പാഡി. ഷ്രബ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഹിബിസ്കസ്, റോസ് പ്ലാന്റ്, ജാസ്മിൻ. ട്രീസിൻ്റെ എക്സാമ്പിൾസ് മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ബനിയൻ ട്രീ, ബനാന ട്രീ, ആപ്പിൾ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഡ്രോ ആൻഡ് കണക്റ്റ്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. എന്തായിരുന്നു ഹെർബ്സ്? ഏറ്റവും ചെറിയ പ്ലാന്റ്സ് അല്ലേ? ഏറ്റവും ചെറിയ ഔഷധ ചെടികളെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുന്നത്. ട്രീസ് എന്താണ്? വലിയ മരങ്ങളെയാണ് ട്രീസ് എന്ന് പറയുന്നത്. ദെൻ ഷ്രബ്സ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള മീഡിയം സൈസ്ഡ് പ്ലാന്റ്സിനെ ഷ്രബ്സ് എന്ന് പറയും, കുറ്റിച്ചെടികൾ എന്ന് പറയും. ഇതൊക്കെയാണ് ചെറിയ ചെടികൾ ഇതിലെ. ദെൻ സ്പിനാച്ച് ഉണ്ട്, പാഡി ഉണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? ചെറിയ ഔഷധ ചെടികളാണ്. അത് ഹെർബ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ എന്താണ്? ട്രീ എന്താണ്? വലിയ മരങ്ങളല്ലേ? മരങ്ങൾ ഏതൊക്കെയാണ്? ബനിയൻ ട്രീ ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട് അല്ലേ? ഷ്രബ്സ് ഏതൊക്കെയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് അല്ലേ? അതൊക്കെ ഏതൊക്കെയാണ്? ഹിബിസ്കസ് പ്ലാന്റും റോസ് പ്ലാന്റും അതിലേക്ക് ജോയിൻ ചെയ്തു. നെക്സ്റ്റ്, ലൈഫ് ഇൻസൈഡ് ദി സീഡ്. സീഡിൻ്റെ ഉള്ളിലെ ജീവിതം അല്ലേ? സീഡിൻ്റെ ഉള്ളിലെ ലൈഫ്. ഇതെന്താണ്? ഒരു പിക്ചർ ഉണ്ടല്ലേ? ഇതെന്താണ്? ഒരു സീഡാണല്ലേ? വാവ്, ലൈറ്റ് അറൗണ്ട്, ഐ ആം എബൌട്ട് ദി സോയിൽ. സീഡ് എന്താണ് പറയുന്നത് അല്ലേ? ചുറ്റും എന്താണ്? ലൈറ്റ് ഉണ്ട്. ഞാൻ എന്താണ്? സോയിലിൻ്റെ മണ്ണിൻ്റെ മുകളിലാണ്. ഇതെന്താണ്? ഒരു വിത്താണല്ലേ? വിത്ത് പറയാണ് അല്ലേ? ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? സീഡ് മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സീഡ് ജെർമിനേഷൻ കണ്ടിട്ടുണ്ടോ? ലെറ്റസ് ജെർമിനേറ്റ് എ സീഡ്. നമുക്കൊരു സീഡ് ജെർമിനേഷൻ ചെയ്താലോ ഒരു വിത്ത് മുളപ്പിക്കാം. ഇവിടെ എന്താണ്? ഇങ്ങനത്തെ ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് എടുക്കുക. ഫിൽ എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്. എന്താണ്? ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്. നമ്മളെ കുപ്പി ഗ്ലാസ് ഇല്ലേ? പൊട്ടുന്ന, കാണുന്ന, ഇങ്ങോട്ട് സുതാര്യമായ ഗ്ലാസ്, കാണുന്ന ഗ്ലാസ്സിൽ എന്താണ്? മണ്ണ് നിറയ്ക്കുക, മണ്ണിൽ സാൻഡ് നിറയ്ക്കുക, സാൻഡ് ഫില്ല് ചെയ്യുക. പ്ലാന്റ് 3 or 4 പീ സീഡ്സ് സ്ലൈറ്റ്ലി അണ്ടർ ദി സീഡ് ക്ലോസ് ടു ദി ഗ്ലാസ്. എന്താണ്? ഒരു 3-4 3 or 4 4 പയർ വിത്ത് എടുക്കുക. പീ സീഡ്സ് പയർ വിത്ത് എടുത്തിട്ട് പയർ സീഡ്സ് പ്ലാന്റ് ചെയ്യുക. വെറ്റ് ദി സാൻഡ്. ആ സാൻഡ് എന്താണ്? നനയ്ക്കുക, മണൽ നനയ്ക്കുക. കീപ്പ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. എന്താണ്? കുറച്ച് ദിവസത്തേക്ക് വെക്കുക. ഒബ്സർവ് ദി സീഡ് ജെർമിനേറ്റിംഗ്. എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്? സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണ്? വിത്ത് നമ്മൾ കുഴിച്ചിട്ടില്ലേ മണ്ണിൽ, എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാൻ. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, ചേഞ്ചസ് ആണ് കാണുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദി സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? ആദ്യം ഏതാണ്? എന്താണ്? ആ സീഡാണ് നമ്മൾ ഇതിൽ പ്ലാന്റ് ചെയ്തത്, കുഴിച്ചിട്ടത്. അതിലേതാണ്? ഏത് ഭാഗമാണ് പ്ലാന്റിൻ്റെ ഫസ്റ്റ് ജെർമിനേറ്റ് ചെയ്യുന്നത്, മുളച്ച് വരുന്നത്? ഫസ്റ്റിലെ ഒരു സീഡ് കുഴിച്ചിട്ടാൽ എന്താണ്? ആ സീഡിൽ നിന്ന് ഫസ്റ്റ് വേരുണ്ടാവില്ലേ? റൂട്ട് അല്ലെ? വേര്. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദി ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്? എത്ര ദിവസം എടുക്കും ഫസ്റ്റ് ലീഫ് മുളയ്ക്കാൻ? നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ മണൽ നിറച്ചിട്ട് ഒരു വിത്ത്, ഒരു പയർ വിത്ത് 4-5 മണി എടുത്തിട്ട് കുഴിച്ച് വെക്കുക. എന്നിട്ട് എന്താണ്? നനച്ച് കൊടുക്കുക. എത്ര ദിവസം ആദ്യം ഏതാണ് മുളയ്ക്കുന്നതെന്ന് നിരീക്ഷിക്കുക. ദെൻ അതിന് എത്ര ലീവ്സ് വരുന്നു എന്നും അത് എത്ര വലുതാവുന്ന പ്ലാന്റ് ആവുന്നത് വരെ നിങ്ങൾ നിരീക്ഷിക്കുക. മൈ പ്ലാന്റ് ആക്ടിവിറ്റി റിപ്പോർട്ട്. ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് ഉണ്ടല്ലേ? അത് നിങ്ങൾക്ക് സ്കൂളിലുള്ള വർക്കല്ലേ? നിങ്ങൾ അതുപോലെ ചെയ്തിട്ട് ഈ ആക്ടിവിറ്റി റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതെന്താണ്? സീഡ് ടൈപ്പ് ഏതാണ്? ഡേറ്റ് ഓഫ് പ്ലാന്റിങ്. നിങ്ങൾ എന്നാണ് സീഡ് പ്ലാന്റ് ചെയ്യുന്നത് ആ ഡേറ്റ് ഓഫ് ജെർമിനേഷൻ. ഫസ്റ്റ് ഡേ എന്താണ്? ജെർമിനേറ്റ് ചെയ്യുന്ന, മുളയ്ക്കുന്ന ഡേറ്റ് അല്ലേ? ഡേറ്റ് ഓഫ് ഫസ്റ്റ് സ്പ്രൗട്ട്, ഫസ്റ്റ് ഇല മുളയ്ക്കുന്ന ഡേറ്റ്. ഡേറ്റ് ഓഫ് 2 leaves അപ്പിയറിങ്, 2 ലീഫ് അപ്പിയർ ചെയ്യുന്ന ഡേറ്റ് എഴുതി വെക്കുക. ദി ചേഞ്ചസ് ഇൻ ദി പ്ലാന്റ് ഇൻ 7 days. 7 ദിവസം കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ചേഞ്ചാണ്? ഹൈറ്റിൽ, തിക്നെസ്സിൽ, എത്ര ലീവ്സ് വന്നു എന്നൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ എഴുതുക. ദി ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, എപ്പോഴാണ് ഫ്ലവർ വന്നത് എന്നുള്ള ഡേറ്റ് എഴുതുക. ദി ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട് എപ്പോഴാണ് വന്നത് അതൊക്കെ ഡേറ്റ് നിങ്ങൾ എഴുതിയിട്ട് ഈ ആക്ടിവിറ്റി റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുക. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ് എന്നാണ്. നമ്മളിപ്പോൾ സീഡ് ജെർമിനേഷൻ ചെയ്തു അല്ലേ? സീഡ് മുളപ്പിച്ചിട്ട് പ്ലാന്റുകൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. ഈ പ്ലാന്റ് ഉണ്ടാവുന്നത് സീഡിൽ നിന്ന് മാത്രമാണോ? അല്ല, നോട്ട് ഓൺലി ഫ്രം സീഡ്സിൽ നിന്ന് മാത്രമല്ല. വേറെ എന്തെന്നൊക്കെ ഉണ്ടാവും പ്ലാന്റ് അല്ലേ? നമ്മൾ കൊമ്പ് കുഴിച്ച് അതിൻ്റെ സ്റ്റെമ്മ് കുഴിച്ചിട്ടാലും പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ്? റോസാ കൊമ്പില്ലേ? റോസാ ചെടിയുടെ റോസാ കൊമ്പ് കുഴിച്ചിട്ടിട്ടല്ല, കൊമ്പ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്ലാന്റ് ചെയ്താൽ വേറെ റോസാ ചെടി ഉണ്ടാവില്ല. അങ്ങനെ കൊമ്പിൽ നിന്ന് കുഴിച്ചിട്ടാൽ ഉണ്ടാവുന്ന ചെടികളുണ്ട്, അതിൻ്റെ ലീഫ് കുഴിച്ചിട്ടാൽ ഉണ്ടാവുന്ന ചെടികളുണ്ട്
റൂട്ട്, അതിൻ്റെ റൂട്ട്, വേരുകൾ കുഴിച്ചിട്ടിട്ടുണ്ടാവുന്ന ചെടികളുണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ, എന്താണ് കരിവേപ്പില, അതിൻ്റെ ഒക്കെ എന്താ വേരോടൊക്കെ റൂട്ട് കുഴിച്ചിട്ടിട്ടാണ് വേറെ കറിവേപ്പില, കറി ലീവ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടാവുന്നത്. അങ്ങനെ വിത്തിൽ നിന്ന് മാത്രമല്ല പ്ലാന്റ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് അതൊക്കെ കുഴിച്ചിട്ടാലും എന്താണ് പ്ലാന്റ്സ് ഉണ്ടാകും. ഓക്കെ, ഇവിടെ എന്താണ് രണ്ട് കുട്ടികളിൽ എന്തോ നോക്കി പറയുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ഈ കുട്ടി പറയുന്നത് എന്താണ്? സീ ദി സാപ്ലിങ്സ്, ദേ ആർ ഫോംഡ് ഫ്രം ദി റൂട്ട് ഓഫ് ദി കറി ലീഫ് പ്ലാന്റ്. ഈ പ്ലാന്റ് എന്താണ് ഉണ്ടായത്? അതിൻ്റെ റൂട്ടിൽ നിന്നാണ്, വേരിൽ നിന്നാണ് ഈ കറി ലീഫ് പ്ലാന്റ് ഉണ്ടായത് എന്ന്. അപ്പോൾ ഈ കുട്ടി എന്താണ് പറയുന്നത്? ബട്ട് ദി സാപ്ലിങ്സ് ഓഫ് ദി മിറാക്കിൾ ലീഫ് പ്ലാന്റ് ആർ ഫോംഡ് ഫ്രം ദർ ലീവ്സ്. എന്താണ് മിറാക്കിൾ ലീഫ് പ്ലാന്റിലെ ഇലമുളിച്ചി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ലീഫിൽ നിന്നാണ് ഈ പ്ലാന്റ് ഉണ്ടായത് എന്ന്. ലീഫിൽ നിന്നാണ് ഈ പ്ലാന്റ് ഉണ്ടായത്. അതാണ് പറഞ്ഞത്. റൂട്ട് എന്താണ് സീഡ്സിൽ നിന്ന് മാത്രമല്ല പ്ലാന്റ്സ് ഉണ്ടാവുന്നത്, അതിൻ്റെ റൂട്ടിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ കുറച്ച് പ്ലാന്റ്സ് തന്നിട്ടുണ്ടല്ലേ. ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ. ഈ പ്ലാന്റ്സിനൊക്കെ എന്താണ് ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഈസ് പ്ലാന്റഡ്. ഏത് പാർട്ടാണ് പ്ലാന്റ് ചെയ്തത്, കുഴിച്ചിട്ടത്, അതിനനുസരിച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികൾക്ക് എക്സാമ്പിൾസ് ആണ് ഇത്. അത് സീഡ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടാവുന്ന ചെടികൾ. ദെൻ റൂട്ട്സ്, വേര് കുഴിച്ചിട്ടിട്ടുണ്ടാവുന്ന ചെടികൾ. കറി ലീഫ് പ്ലാന്റ്, നമ്മൾ കറിവേപ്പിലയുടെ വേര് പ്ലാന്റ് ചെയ്താലാണ്, കുഴിച്ചിട്ടാലാണ് കറി ലീഫ് പ്ലാന്റ് ആയി ഉണ്ടാകുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കറി ലീഫ് പ്ലാന്റും ജാസ്മിനും. ദെൻ സ്റ്റെമ്മ് കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ചെടികൾ ഏതാണ്? റോസ്, ഹിബിസ്കസ്, ചെത്തി. റോസാ ചെടിയുടെ തണ്ട്, അതിൻ്റെ സ്റ്റെമ്മ് കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ എന്താണ് റോസാ ചെടി ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മ് പ്ലാന്റ് ചെയ്താൽ ഉണ്ടാവുന്ന ചെടികൾക്ക് എക്സാമ്പിളാണ്. ദെൻ ലീഫ് കുഴിച്ചിട്ടാൽ ഉണ്ടാവുന്ന ചെടി ഏതാണ്? നിശാഗന്ധിയുടെ ലീഫ് പ്ലാന്റ് ചെയ്തിട്ടാണ് നമ്മൾ നിശാഗന്ധി പറഞ്ഞ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സീഡ്സിൽ നിന്ന് മാത്രമല്ല പ്ലാന്റ്സ് ഉണ്ടാകുന്നത്, ജെർമിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റൂട്ടിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും ലീഫിൽ നിന്നൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കാം അല്ലേ. നെക്സ്റ്റ്, പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. എന്താണ് പ്ലാന്റിൻ്റെ പാർട്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു പ്ലാന്റിനുള്ള പാർട്സ്, ഭാഗങ്ങൾ അല്ലേ. ഒരു പ്ലാന്റിൽ സ്റ്റെം ഉണ്ടാവും, റൂട്ട്സ് ഉണ്ടാകും, അതിന് ലീഫ് ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാകും, ഫ്രൂട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ ഫങ്ഷൻസ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കാമല്ലേ. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓരോ പാർട്ടിന് ഓരോ ഫങ്ഷൻസ് ഉണ്ടാകുമല്ലേ. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? എന്തുകൊണ്ടായിരിക്കും ഒരു പ്ലാന്റിന് ഡിഫറെൻ്റ് അല്ലേ, വ്യത്യസ്തമായ പാർട്സ് ഉണ്ടല്ലേ, കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സിന് എന്തേ ഒരു ഉപകാരം ആയിരിക്കില്ലേ കുറേ പാർട്സ് ഉണ്ടാകുന്നത് അല്ലേ. ഭാഗങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ പാർട്സ് ഉണ്ട്? ഹാൻഡ് ഉണ്ട്, ലെഗ് ഉണ്ട് അല്ലേ, ഐസ് ഉണ്ട്, ഹെഡ് ഉണ്ട്. ഈ പാർട്സ് ഒക്കെ എന്താണ് നിങ്ങൾക്ക്? അതിനൊക്കെ ഓരോ ഫംഗ്ഷൻ ഇല്ലേ. കൈ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാലെന്തിനാണ് നടക്കാനാണല്ലേ, കണ്ണ് കാണാനാണ്. അങ്ങനെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാവും ഓരോ പാർട്സിന്. അതേപോലെ തന്നെ ഈ പ്ലാന്റ്സിനും എന്താണ്, പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്സിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു കുട്ടി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ് ഇൻ എ സ്റ്റാൻഡ്. ഒരു സ്റ്റാൻഡിൽ 3 ടെസ്റ്റ് ട്യൂബ്. ഈ പിക്ചറിലുള്ള ഈ ഇൻസ്ട്രുമെൻറ്റിനാണ് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ടെസ്റ്റ് ട്യൂബ്. 3 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ വെക്കാൻ പറഞ്ഞു. ദെൻ ഫിൽ ദി ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫസ്റ്റത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക, വാട്ടർ ഫില്ല് ചെയ്യുക. ഫിൽ ദി സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദി സെയിം എമൗണ്ട്. അതേ എമൗണ്ടിൽ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് റെഡ് കളറുള്ള വാട്ടർ ഫില്ല് ചെയ്യുക, ചുവപ്പ് കളർ വെള്ളം ഫില്ല് ചെയ്യുക. കീപ് ദി തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്, വെള്ളമൊന്നും ഇല്ലാതെ വെക്കാൻ. ഒരു ടെസ്റ്റ് ട്യൂബിൽ വെള്ളമൊന്നുമില്ലാതെ, ഒരു ടെസ്റ്റ് ട്യൂബിൽ വെള്ളം ഒഴിച്ചിട്ട്, ഒരു ടെസ്റ്റ് ട്യൂബിൽ റെഡ് കളർ വാട്ടർ, അങ്ങനെ 3 ടെസ്റ്റ് ട്യൂബ് ഒരു സ്റ്റാൻഡിൽ വെക്കുക. കീപ് 3 ക്ലിയർ വീഡ് പ്ലാന്റ്സ് ഓഫ് ദി സെയിം സൈസ് ആൻഡ് അൺഡാമേജ്ഡ് റൂട്ട്സ് ഇൻ സൺലൈറ്റ് ഫോർ 10 മിനിറ്റ്സ്. എന്താണ് ക്ലിയർ വീഡ് പ്ലാന്റ്സിൻ്റെ മഷിത്തണ്ട് എന്ന് പറഞ്ഞ 3 പ്ലാന്റ്സ് ഒരേ അളവിലുള്ളത് 3ലും എന്താണ് 3 ടെസ്റ്റ് ട്യൂബിലും വെക്കുക. എന്താണ് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് 10 മിനിറ്റ് വെക്കുക. ആൻഡ് ഒബ്സർവ് ദി ചേഞ്ചസ് ഹാപ്പനിങ് ടു ദി പ്ലാന്റ്സ് ആൻഡ് ദി വാട്ടർ ഇൻ ദി ടെസ്റ്റ് ട്യൂബ്സ്. ആ പ്ലാന്റിനും ഈ ടെസ്റ്റ് ട്യൂബിലുള്ള വെള്ളത്തിനും എന്തൊക്കെ മാറ്റങ്ങളാണ്, ചേഞ്ചസ് ആണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾ കാണുന്നത്? വാട്ട് ഹാപ്പൻ ടു ദി പ്ലാന്റ് ഇൻ ദി ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലേ, അതിലുള്ള പ്ലാന്റിന് എന്ത് സംഭവിക്കും? ആ പ്ലാന്റ് ഡെഡ് ആവും. പ്ലാന്റ്സിന് എന്താണ്, വളരാൻ വെള്ളം ആവശ്യമല്ലേ. വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലുള്ള പ്ലാന്റ് ഡെഡ് ആവും. വാട്ട് ഈസ് ദി റീസൺ? റീസൺ എന്താണ്? പ്ലാന്റ്സിന് ജീവിക്കാൻ എന്താണ്, വെള്ളം അത്യാവശ്യമാണ്. പ്ലാന്റ്സ് വാണ്ട്സ് വാട്ടർ ടു ലീവ്. ഹൗ ഡിഡ് ദി കളർ ഓഫ് ദി പ്ലാന്റ് സ്റ്റെം ഇൻ ദി സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ചസ്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്, കളർ വെള്ളമല്ലേ, റെഡ് കളറുള്ള വാട്ടർ ആണല്ലേ. അതിനുള്ള പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിന് അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. റെഡ് കളറിൽ ഡിപ്പ് ചെയ്തപ്പോൾ റെഡ് കളർ സ്റ്റെം ആയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ്, ആ സ്റ്റെമ്മിലേക്ക് റെഡ് കളർ ആയിട്ടുണ്ടാകും.
വാട്ട് ഈസ് ദി റോൾ ഓഫ് ദി റൂട്ട് ഇൻ ദിസ് ചേഞ്ച് അല്ലേ? ഈ കളർ മാറിയതിൻ്റെ കാരണം, അതിനുള്ള റൂട്ടിൻ്റെ റോൾ എന്താണ് ഇതിൽ? റൂട്ടാണ് ഈ കളർ വലിച്ചെടുത്തതിൽ അബ്സോർവ് ചെയ്തിട്ട് സ്റ്റെമ്മിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്? റൂട്ട് അത് അബ്സോർവ് ചെയ്തത് കൊണ്ടാണ്, വലിച്ചെടുത്തത് കൊണ്ടാണ്. ഉള്ള ഫൈൻഡിങ്സ് എന്താണ് നോട്ടിൽ എഴുതുക. നിങ്ങൾ ഇതേപോലെ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക, എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ എന്താണ് ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലേ? എന്താണ് ഈ ബോക്സിൽ എഴുതിയത്? പ്ലാന്റ്സ് പ്രിപ്പയർ ദി ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. പ്ലാന്റ്സ് എന്താണ്? അവർക്ക് ആവശ്യമുള്ള ഫുഡ് എന്താണ്? അവയുടെ ലീവ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ദി റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ബാക്കി വരുന്ന ഫുഡ്, റിമൈനിങ് ഫുഡ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ബാക്കിയുള്ള പാർട്സിലെ പ്ലാന്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. ബാക്കിയുള്ള ഓർഗാനിസംസ് അത് ഫുഡായി യൂസ് ചെയ്യുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? നമുക്ക് വളരാൻ വേണ്ടിയിട്ട് എന്താണ്? ഫുഡ് വേണമല്ലേ? നമ്മളെ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ടല്ലേ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചാലാണ് വളരുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? നമ്മളെ ആവശ്യമുള്ള ഫുഡ്, നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ നമ്മുടെ കിച്ചണിൽ നിന്നും ഉണ്ടാക്കി കഴിക്കുന്നു അല്ലേ? അതേപോലെ പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? അവർക്ക് വേണ്ട ഫുഡ് അതിലെ ലീവ്സിൽ നിന്ന്, ഇലകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ്സ് പ്രിപ്പയർ ദി ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. അവയുടെ ലീവ്സിൽ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് യൂസ് ചെയ്യുന്നത്. ദി റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ബാക്കി വരുന്ന ഫുഡ് എന്താണ്? നമ്മൾ ഫ്രിഡ്ജിൽ വെക്കില്ല, അതേപോലെ തന്നെ അവർക്ക് ബാക്കി വരുന്ന ഫുഡ് ബാക്കിയുള്ള പാർട്സിലാണ് അത് സ്റ്റോർ ചെയ്യുക. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. ബാക്കിയുള്ള ഓർഗാനിസംസ് അത് ഫുഡായി യൂസ് ചെയ്യുന്നു. അവർ ബാക്കി വരുന്ന ഫ്രൂട്ടായിട്ടൊക്കെ അവർ സ്റ്റോർ ചെയ്യും. ആ ഫ്രൂട്ട് നമ്മൾ തിന്നും, ആനിമൽസ് ഒക്കെ വന്ന് അത് തിന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദി ഫോളോവിങ്. എന്താണ് താഴെ കൊടുത്തിരുന്നത്? മാച്ച് ചെയ്യാൻ. ഒന്ന് മാച്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് എന്താണ്? ഫിക്സസ് ദി പ്ലാന്റ്സ് ഇൻ ദി സോയിൽ. എന്താണ്? ആ പ്ലാന്റിനെ സോയിലിൽ, മണ്ണിൽ ഫിക്സ് ചെയ്യുന്നത്, ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? നിങ്ങൾക്കറിയില്ലേ? റൂട്ടാണല്ലേ. അപ്പോൾ റൂട്ട് എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യും. റൂട്ടല്ലേ പ്ലാന്റിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത്? മണ്ണിൽ അതിൻ്റെ വേരുകളാണല്ലേ മണ്ണിൽ അതിനെ നിർത്തുന്നത്. ആ വേര് പോയാൽ ആ മണ്ണിൽ അതിന് നിൽക്കാൻ കഴിയുമോ? ഇല്ല. വേര് മുറിച്ചിട്ടാഞ്ഞാൽ ആ മണ്ണിൽ നിന്നത് വേർതിരിഞ്ഞു പോരുമല്ലേ. അപ്പോൾ വേരുകളാണ് ആ മണ്ണിൽ ആ പ്ലാന്റിനെ നിൽക്കാൻ സഹായിക്കുന്നത്, ഫിക്സ് ചെയ്ത് നിർത്തുന്നത്. സോ വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദി പ്ലാന്റ് ഫ്രം ദി സോയിൽ. അബ്സോർബ്, വലിച്ചെടുക്കുന്നു. വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്, വെള്ളവും പോഷകങ്ങളും. റിക്വയർഡ് ഫോർ ദി പ്ലാന്റിന് ആവശ്യമായ, ഫ്രം ദി സോയിൽ, മണ്ണിൽ നിന്നും എന്താണ്? പ്ലാന്റിന് ആവശ്യമായ വെള്ളവും പോഷകങ്ങളും, വാട്ടറും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്തെടുക്കുന്നത് ആരാണ്? വലിച്ചെടുക്കുന്നത് ആരാണ്? റൂട്ടല്ലേ. അതിൻ്റെ വേരുകളാണ് മണ്ണിൽ നിന്നും പ്ലാന്റിന് ആവശ്യമായ വാട്ടറും ന്യൂട്രിയൻസും, വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നതില്ലേ, അബ്സോർബ് ചെയ്യുന്നത്. വലിച്ചെടുക്കുന്നത് ആരായിരിക്കും? വേരല്ലേ. ഫസ്റ്റ് ഉള്ളത് ഏറ്റവും താഴെ മണ്ണിലുള്ള പാർട്ട് ഏതാണ്? റൂട്ടാണല്ലേ, വേരുകളാണ്. അപ്പോൾ ആ വേരുകളായിരിക്കും എന്താണ്? പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസും വാട്ടറും അബ്സോർബ് ചെയ്തിട്ട്, വലിച്ചെടുത്തിട്ട് ആ പ്ലാന്റിന് കൊടുക്കുന്നതല്ലേ. അപ്പോൾ റൂട്ട് carries water and nutrients absorbed by the root to the leaves. ആരായിരിക്കും ക്യാരി ചെയ്യുന്നത്? ഇവിടെ തന്നിട്ടുണ്ടല്ലേ, സ്റ്റെം ആണെന്ന്. സ്റ്റെം എന്താ? അതിൻ്റെ തണ്ടുകളാണ് എന്ത് ക്യാരി ചെയ്യുന്നത്? വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ് ബൈ ദി റൂട്ട് ടു ദി ലീവ്സ്. ഈ റൂട്ടാണ് വാട്ടറും ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ അബ്സോർബ് ചെയ്ത വാട്ടറും ന്യൂട്രിയൻസും ലീവ്സിലേക്ക് ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരായിരിക്കും? ക്യാരി ചെയ്യുന്നത് സ്റ്റെം ആണ്. പ്രിപ്പയർ ദി ഫുഡ് നീഡഡ് ബൈ ദി പ്ലാന്റ്. അതെന്തായിരിക്കും? നമ്മൾ പഠിച്ചതാണല്ലേ, ലീഫ്, ഇലകളാണ്. അതെന്താണ്? പ്രിപ്പയേഴ്സ് ദി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്. നീഡഡ് ബൈ ദി പ്ലാന്റിന് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ്? പാകം ചെയ്യുന്നത് ലീഫാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ലീഫ് എന്നുള്ളത് ജോയിൻ ചെയ്യാം. പ്ലാന്റിന് ഏതൊക്കെ ഭാഗമുള്ളത്? റൂട്ടുണ്ട്, സ്റ്റെം ഉണ്ട്, ദെൻ ലീഫ് ഉണ്ടല്ലേ, ഫ്ലവർ ഉണ്ട്. ഇതൊരു പ്ലാന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്? ഒരു പ്ലാന്റിന് ഗ്രോ ചെയ്യാൻ എന്താണ്? അതിന് വാട്ടറും ന്യൂട്രിയൻസും വേണം, വെള്ളവും പോഷകങ്ങളും ആവശ്യമാണ്. എന്നാലല്ലേ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുകയുള്ളൂ. വളരണമെങ്കിൽ ആവശ്യമാണ്. ആവശ്യമായ ന്യൂട്രിയൻസും വാട്ടറും ആരാണ് പ്ലാന്റിന് കൊടുക്കുന്നത്? അബ്സോർബ് ചെയ്തിട്ട് ഈ റൂട്ടാണ്, മണ്ണിലുള്ള ഈ സോയിലുള്ള ഈ റൂട്ട്സ് വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്തിട്ട് അത് സ്റ്റെമ്മിന് കൊടുക്കും. ഈ സ്റ്റെമ്മാണ് അത് ലീഫിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ഇവിടുന്ന് ഈ മണ്ണിൽ നിന്നും ആവശ്യമായ വെള്ളവും ന്യൂട്രിയൻസും എന്താണ്? പോഷകങ്ങളും ഈ റൂട്ട് അബ്സോർബ് ചെയ്യും, വലിച്ചെടുത്തിട്ട് സ്റ്റെമ്മിന് കൊടുക്കും. ഈ സ്റ്റെമ്മ് ഈ തണ്ടിന് കൊടുക്കും. ഈ സ്റ്റെം എന്താണ്? അത് ലീഫിന് കൊടുക്കും അല്ലേ. ഈ ലീഫാണ് എന്ത്? ഇത് ഉപയോഗിച്ചിട്ട് ഈ വാട്ടറും ന്യൂട്രിയൻസും യൂസ് ചെയ്തിട്ട് അതിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഫുഡ് ഉണ്ടാക്കുന്നത്. പ്രിപ്പയർ ദി ഫുഡ് നീഡഡ് ബൈ ദി പ്ലാന്റ്സ്. ഈ പ്ലാന്റിന് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കുന്നത് ഇതെന്താണ്? വേര് വലിച്ചെടുത്ത് സ്റ്റെമ്മിന് കൊടുത്തു, സ്റ്റെമ്മ് ലീഫിന് കൊടുക്കും. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഈ പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇനി എന്താ? ഫിക്സസ് ദി പ്ലാന്റ് അല്ലേ. ഈ പ്ലാന്റിന് ഫിക്സ് ചെയ്യുന്നത്, മണ്ണിൽ നിർത്തുന്നത് ഈ വേരുകളല്ലേ, ഈ റൂട്ടല്ലേ.
ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം.